രണ്ട് ദിനവൃത്താന്തം 29 അധ്യായം. യെഹിസ്കീയാവ് 25 വയസ്സിൽ വാഴ്ച തുടങ്ങി 29 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് അബിയ എന്നു പേർ. അവൾ സെക്കറിയാവിൻ്റെ മകളായിരുന്നു. അവൻ തൻ്റെ അപ്പനായി ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ തൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ തുറന്ന് അറ്റകുറ്റം തീർത്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കേ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞതെന്തെന്നാൽ, ലേവ്യരെ, എൻ്റെ വാക്കു കേൾപ്പീൻ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവീൻ. നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു. അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കിൽ നിന്നും മുഖം തിരിച്ച് അതിനെ പുറം കാട്ടുകയും ചെയ്തുവല്ലോ. അവർ മണ്ഡപത്തിൻ്റെ വാതിലുകൾ അടച്ചു, വിളക്ക് കെടുത്തി. വിശുദ്ധ മന്ദിരത്തിൽ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു. അതുകൊണ്ട് യഹോവയുടെ കോപം യെഹൂദയുടെയും യെരൂശലേമിൻ്റെയും മേൽ വന്നു. നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നത് പോലെ അവൻ അവരെ നടുക്കത്തിനും അമ്പരപ്പിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ വാളിനാൽ വീഴുകയും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും ഇത് നിമിത്തം പ്രവാസത്തിലാകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറേണ്ടതിന് അവനോടൊരു നിയമം ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ മക്കളെ, ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത്. തന്നെ ശുശ്രൂഷിക്കേണ്ടതിന് തൻ്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ. അപ്പോൾ കെഹാത്യരിൽ അമസായിയുടെ മകൻ മഹത്ത്, അസര്യാവിൻ്റെ മകൻ യോവേൽ, മെരാര്യരിൽ അബ്ദിയുടെ മകൻ കീഷ്, യഹല്ലലേലിൻ്റെ മകൻ അസര്യാവ്, ഗർഷോന്യരിൽ സിമ്മയുടെ മകൻ യോവാഹ്, യോവാഹിൻ്റെ മകൻ ഏദൻ, ഫാന്യരിൽ സിമ്രി, യെയുവേൽ, ആഫ്യാസരിൽ സെക്കറിയാവ്, മദന്യാവ്, ഹേമാന്യരിൽ യഹുവേൽ, ഷിമയി, യെദൂഥൂന്യരിൽ ഷിമയാവ്, ഉസിയൽ എന്നീ ലേവ്യർ എഴുന്നേറ്റു. തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചുകൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ വചനപ്രകാരം രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് യഹോവയുടെ ആലയത്തെ വെടിപ്പാക്കുവാൻ വന്നു. പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിൻ്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്ന് യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു. ലേവ്യർ അത് കൊണ്ടുപോയി കിദ്രോൻ തോട്ടിൽ ഇട്ട് കളഞ്ഞു. 1-ാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. 8-ാം തീയതി അവർ യഹോവയുടെ മണ്ഡപത്തിങ്കിലെത്തി. ഇങ്ങനെ അവർ 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചു. 1-ാം മാസം 16-ാം തീയതി തീർത്തു. യെഹിസ്കീയാ രാജാവിൻ്റെ അടുക്കൽ അകത്തു ചെന്നു. ഞങ്ങൾ യഹോവയുടെ ആലയം മുഴുവനും ഹോമപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പത്തിൻ്റെ മേശയും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും വെടിപ്പാക്കി. ആഹാസ് രാജാവ് തൻ്റെ വാഴ്ചകാലത്ത് തൻ്റെ ദ്രോഹത്താൽ നീക്കിക്കളഞ്ഞ ഉപകരണങ്ങളൊക്കെയും നന്നാക്കി വിശുദ്ധീകരിച്ചിരിക്കുന്നു. അവ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ ഉണ്ടെന്ന് പറഞ്ഞു. യെഹിസ്കീയാ രാജാവ് കാലത്ത് എഴുന്നേറ്റ് നഗരാധിപതികളെ കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. അവർ രാജത്വത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹൂദയ്ക്കും വേണ്ടി 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 7 വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അവയെ യഹോവയുടെ യാഗപീഠത്തിന്മേൽ യാഗം കഴിപ്പാൻ അവൻ അഹരോന്യരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അങ്ങനെ അവർ കാളകളെ അറുത്തു. പുരോഹിതന്മാർ രക്തം വാങ്ങി യാഗപീഠത്തിന്മേൽ തളിച്ചു. ആട്ടുകൊറ്റന്മാരെ അറുത്തു, രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു. കുഞ്ഞാടുകളെ അറുത്തു, രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു. പിന്നെ അവർ പാപയാഗത്തിനുള്ള വെള്ളാട്ടുകൊറ്റന്മാരെ രാജാവിൻ്റെ സഭയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ കൈവച്ചു. പുരോഹിതന്മാർ അവയെ അറുത്ത് എല്ലാ ഇസ്രായേലിനും പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ പാപയാഗമായി അർപ്പിച്ചു. എല്ലാ ഇസ്രായേലിനും വേണ്ടി ഹോമയാഗവും പാപയാഗവും കഴിക്കണമെന്നും രാജാവ് കൽപ്പിച്ചിരുന്നു. അവൻ ദാവീദിൻ്റെയും രാജാവിൻ്റെ ദർശകനായി ഗാദിൻ്റെയും നാഥാൻ പ്രവാചകൻ്റെയും കൽപ്പന പ്രകാരം ലേവ്യരെ കൈത്താളങ്ങളോടും വീണകളോടും കിന്നരങ്ങളോടും കൂടെ യഹോവയുടെ ആലയത്തിൽ നിർത്തി. അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം യഹോവ കൽപ്പിച്ചിരുന്നു. ലേവ്യർ ദാവീദിൻ്റെ വാദ്യങ്ങളോടും പുരോഹിതന്മാർ കാഹളങ്ങളോടും കൂടെ നിന്നു. പിന്നെ യെഹിസ്കീയാവ് യാഗപീഠത്തിന്മേൽ ഹോമയാഗം കഴിപ്പാൻ കൽപ്പിച്ചു. ഹോമയാഗം തുടങ്ങിയപ്പോൾ തന്നെ അവർ കാഹളങ്ങളോടും ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യങ്ങളോടും കൂടെ യഹോവയ്ക്ക് പാട്ടുപാടുവാൻ തുടങ്ങി. ഉടനെ സർവ്വസഭയും നമസ്കരിച്ചു. സംഗീതക്കാർ പാടുകയും കാഹളക്കാർ ഊതുകയും ചെയ്തു. ഇതൊക്കെയും ഹോമയാഗം കഴിയുന്നതുവരെ ചെയ്തുകൊണ്ടിരുന്നു. യാഗം കഴിച്ചു തീർന്നപ്പോൾ രാജാവും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വണങ്ങി നമസ്കരിച്ചു. പിന്നെ യെഹിസ്കീയാ രാജാവും പ്രഭുക്കന്മാരും ലേവ്യരോടും ദാവീദിൻ്റെയും ആസാഫ് ദർശകൻ്റെയും വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കൽപ്പിച്ചു. അവൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് തലകുനിച്ച് നമസ്കരിച്ചു. നിങ്ങളിപ്പോൾ യഹോവയ്ക്ക് നിങ്ങളെ തന്നെ നിവേദിച്ചിരിക്കുന്നു. അടുത്തു വന്ന യഹോവയുടെ ആലയത്തിൽ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും കൊണ്ടുവരുവീനെന്ന് യെഹിസ്കീയാവ് പറഞ്ഞു. അങ്ങനെ സഭ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും നല്ല മനസ്സുള്ളവരെല്ലാവരും ഹോമയാഗങ്ങളും കൊണ്ടുവന്നു. സഭ കൊണ്ടുവന്ന ഹോമയാഗങ്ങളുടെ എണ്ണം കാള 70, ആട്ടുകൊറ്റൻ 100, കുഞ്ഞാട് 200. ഇവയൊക്കെയും യഹോവയ്ക്ക് മഹായാഗത്തിനായിരുന്നു. നിവേദിത വസ്തുക്കളോ 600 കാളയും 3000 ആടുമായിരുന്നു. പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം
തോലുരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളവും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവോളവും അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു. ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയയാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു. ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ എഹിസ്കീയാവും സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്.